ഹലോ എവരിവൺ, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു ചൈനീസ് റെസിപ്പി ആട്ടോ. ബ്ലാക്ക് പെപ്പർ ചിക്കനാണ് ഉണ്ടാക്കി കാണിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 കിലോ ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിങ്ങനെ നീളത്തിൽ മുറിച്ചിട്ടുണ്ട്. നമ്മൾ ഫ്രഞ്ച് ഫ്രൈസിനൊക്കെ ഉരുളക്കിഴങ്ങ് മുറിക്കില്ല, ആ ഒരു സൈസിലാണ് ഞാൻ മുറിച്ച് വെച്ചിട്ടുള്ളത് കേട്ടോ. ഇനി അതിലേക്ക് കുറച്ച് ഓണിയൻ പൗഡറാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. സവാളൻ്റെ പൊടിയാണ്. നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാം. ഞാനൊരു വേറെ ഒരു വീഡിയോ ആയിട്ട് അത് ചെയ്യാം കേട്ടോ, അങ്ങനെ പൗഡർ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പോൾ 1 ടീസ്പൂൺ നിറച്ച് ഓണിയൻ പൗഡർ ഇട്ടിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഗാർലിക് പൗഡറാണ്, വെളുത്തുള്ളീൻ്റെ പൊടി. ഇത് ഞാൻ റംദാൻ പ്രിപ്പറേഷൻ്റെ ടൈമിൽ ഉണക്കി പൊടിച്ച് വെച്ചതാണ്. ആ വീഡിയോ കണ്ടവർക്ക് അറിയാം, വെളുത്തുള്ളി ഉണക്കി പൊടിച്ചതാണിത് കേട്ടോ. അപ്പോൾ ഇത്ര ദിവസമായിട്ടും ഒരു കുഴപ്പമില്ല, കട്ട പിടിക്കുകയൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അത് ഞാനൊരു 1/2 ടീസ്പൂണിലധികം ഇട്ടിട്ടുണ്ട്. പിന്നെ ഇഞ്ചി അരച്ചതാണ് ചേർത്തത്. ഇഞ്ചി 1/2 ടീസ്പൂൺ അരച്ച് ചേർത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് സോയ സോസാണ്. അതിപ്പോൾ 1 കിലോ ആയതുകൊണ്ട് നമ്മളൊരു 4 to 5 ടീസ്പൂണൊക്കെ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 4 ടീസ്പൂൺ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി വേണ്ടത് റെഡ് ചില്ലി സോസാണ്. അത് ഞാനിപ്പോൾ ഒരു 1.5 ടീസ്പൂണ് ഒഴിക്കുന്നുണ്ട്. ഈ സോസ് ഇല്ലയെന്ന് വെച്ചാൽ ഉണക്കമുളക് ചൂടുവെള്ളത്തിലിട്ടിട്ട് കുരുവൊക്കെ കളഞ്ഞിട്ട് ചൂടുവെള്ളത്തിലിട്ടിട്ട് ഒന്ന് അരച്ചെടുത്താൽ മതി. പിന്നെ 1 ടേബിൾ സ്പൂൺ വിനീഗറാണ് ഇപ്പോൾ ഒഴിച്ചത്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും. ഈ സോസുകളിലൊക്കെ ഉപ്പ് ഉണ്ടാവും, അതിനനുസരിച്ച് നോക്കിയിട്ട് പാകത്തിന് ഇട്ടാൽ മതി. ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് നമുക്കൊരു 4-5 മണിക്കൂർ വെക്കണം, അല്ലെങ്കിൽ ഓവർനൈറ്റ് വെച്ചാലും മതി. അപ്പോൾ ഞാൻ ഇത് രാത്രി ഉണ്ടാക്കാനുള്ളതാണ്. അപ്പോൾ ഞാനൊരു ഉച്ചക്കാണ് ഇത് മാരിനേറ്റ് ചെയ്ത് വെക്കുന്നത് കേട്ടോ. ഫ്രിഡ്ജിൻ്റെ താഴത്തെ ഭാഗത്താണ് വെക്കുന്നത്, ഫ്രീസറിലല്ല. ഇനി ഇത് ഉണ്ടാക്കി തുടങ്ങും. ഇപ്പോൾ 4-5 മണിക്കൂർ കഴിഞ്ഞു ഞാനിത് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് കേട്ടോ. അപ്പോൾ നല്ല ചൂടായ ഒരു കടായിലാണ് ഞാനിപ്പോൾ ആ ചിക്കൻ ഇട്ടത്. ഓയിലൊന്നും ഒഴിച്ചിട്ടില്ല. പിന്നെ അങ്ങനെ ആ ചിക്കൻ നേരിട്ട് അങ്ങോട്ട് ഇടുക തന്നെയായിരുന്നു. ഞാൻ നല്ല ചൂടിൽ തന്നെ അത് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. ചിക്കൻ്റെ കളറൊക്കെ ഒന്നും ഇങ്ങനെ മാറി വരണം, ഒരു വെള്ള കളറായി വരും. അതുവരെ ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കുക കേട്ടോ. അത് വൈറ്റ് ആവണ വരെ ഇളക്കുക, അതല്ലെങ്കിൽ കരിഞ്ഞു പിടിക്കും. കാരണം നമ്മൾ ഓയിലൊന്നും ചേർത്തിട്ടില്ലല്ലോ, വെള്ളവും ചേർത്തിട്ടില്ലല്ലോ. അപ്പോൾ ആ ചൂടിൽ തന്നെ ചിക്കൻ്റെ കളർ മാറണം. ഇപ്പോൾ കണ്ടില്ല, ആ കളറൊക്കെ ഒന്ന് മാറി. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കാം. അടച്ച് വെക്കുമ്പോൾ അതിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും. അപ്പോൾ ആ വെള്ളത്തിൽ അത് വെന്തോളും. ഇപ്പോൾ വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ വെള്ളത്തിലേക്ക് കുറച്ച് ഫുഡ് കളർ ചേർക്കുന്നുണ്ട് കേട്ടോ. ഓപ്ഷണലാണ്, കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ആണ് റെഡ് ഫുഡ് കളർ ചേർത്തത്. അത് വേണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യുക. പക്ഷെ കാണാനൊരു ഭംഗി വേണമെങ്കിൽ ചെറുതായിട്ടൊരു കളറൊക്കെ വേണം. വല്ലപ്പോഴൊക്കെ ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. ഇനി ഇത് വെറുതെ ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കുകയൊന്നും വേണ്ട. അപ്പോൾ അത് ചിക്കനൊക്കെ മുറിഞ്ഞ് പോകും കേട്ടോ. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി, വെള്ളം വറ്റണ വരെ. അപ്പോൾ വെള്ളം ഏകദേശമൊക്കെ വറ്റിയിട്ടുണ്ട്. ചിക്കൻ വെന്തും വന്നിട്ടുണ്ട്. അപ്പോൾ കത്തി കൊണ്ടൊന്ന് മുറിച്ചപ്പോൾ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഫ്ലെയിം ഓഫ് ചെയ്യുക. ഫ്ലെയിം ഓഫാക്കിയിട്ട് നല്ല അടച്ച് മൂടി വെക്കരുത്. ചെറുതായിട്ടൊന്ന് അടപ്പ് തുറന്ന് വെച്ചിട്ട് വേണം അതിങ്ങനെ അടക്കാൻ കേട്ടോ. ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ട് വേണം അടച്ച് വെക്കാൻ. ഇനി ഒരു ബൗളിലേക്ക് ഞാൻ ചിക്കൻ ക്യൂബ് ഒരെണ്ണം ഇടുന്നുണ്ട്. അതൊന്ന് ചെറുതായി പൊട്ടിച്ചിട്ട് ഇടുന്നുണ്ട്. അതൊന്ന് നമുക്ക് വെള്ളത്തിൽ കലക്കിയെടുക്കണം, കുറച്ച് ചൂടുവെള്ളത്തിൽ കലക്കിയെടുക്കുക. അപ്പോൾ ഞാൻ ആദ്യം ചൂടില്ലാത്ത വെള്ളമായിരുന്നു ഒഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ഇങ്ങനെ അതിൽ കലങ്ങി വന്നിട്ടുണ്ടായിരുന്നില്ല. കാരണം അതൊരു ഈ കോഴീൻ്റെയൊക്കെ നെയ്യ് ഉണ്ടാവുമല്ലോ അതിൽ, അതുപോലെ ഒരു ഫാറ്റ് ഉള്ളത് കൊണ്ട് കലങ്ങില്ല. അപ്പോൾ ചൂടുവെള്ളത്തിൽ വേണം കലക്കാൻ. എന്നിട്ട് ചൂടാറിയ ശേഷം ഒരു 1/2 ടീസ്പൂൺ സോയ സോസും ഒരു 1/4 ടീസ്പൂൺ വിനീഗർ ഒഴിക്കുക. അതേപോലെ ടൊമാറ്റോ കെച്ചപ്പാണ്, അത് 1 ടീസ്പൂൺ നിറച്ച് ഇടുക. നമ്മൾ ചിക്കനിൽ കെച്ചപ്പ് ചേർത്തിട്ടില്ല. അപ്പോൾ ഈ ഒരു ലിക്വിഡിലാണ് നമ്മൾ കെച്ചപ്പ് ഇടുന്നത് കേട്ടോ. 1 ടീസ്പൂൺ നിറച്ച് ഇടാം. പിന്നെ വേണ്ടത് കോൺഫ്ലവറാണ്. കോൺഫ്ലവറും അതുപോലെ 2 ടീസ്പൂൺ നിറച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. കട്ടയൊന്നും ഇല്ലാതെ മിക്സ് ചെയ്തെടുക്കുക. അതായത് ചൂടുള്ള വെള്ളത്തിൽ കൊണ്ട് കോൺഫ്ലവർ ഇടരുത്, വെള്ളം ചൂടാറിയ ശേഷം കോൺഫ്ലവർ ഇട്ടാൽ മതി കേട്ടോ. ഇനി അത് അവിടെ ഇരിക്കട്ടെ. നമുക്കിനി പെപ്പർ ചിക്കൻ ഫ്രൈ ആക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഓയിൽ ഒഴിക്കുക ചൂടായ പാനിലേക്ക്. നമ്മൾ നേരത്തെ ഓയിലൊന്നും ഒഴിക്കാതെയാണ് ചിക്കൻ വേവിച്ചെടുത്തല്ലോ. അപ്പോൾ ഇതിൽ കുറച്ച് ഓയിൽ മതി, 2 ടീസ്പൂൺ ഓയിലൊക്കെ മതിയാവും. അതിലേക്ക് ഒരു 5-6 വെളുത്തുള്ളി ചെറുതായി മുറിച്ചിട്ട് ഒന്ന് ഇട്ടിട്ട് വഴറ്റുക. അപ്പോൾ അതിൻ്റെ ആ ഒരു റോ സ്മെല്ലൊക്കെ പോണ വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിന് ശേഷം നമുക്കതിലേക്ക് 2 സവാള അരിഞ്ഞത്, അത് കുറച്ച് കട്ടിയിലാണ് ഞാൻ മുറിച്ചത് കേട്ടോ. നല്ല തിന്നായിട്ട് വേണ്ട, കാരണം ഇതിങ്ങനെ ഇട്ട് വഴറ്റി കുഴയണ പോലെയൊന്നും വേവിക്കേണ്ട ആവശ്യമില്ല. ഒന്നിങ്ങനെ കടിക്കണ പോലെ ആവണം. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യേ വേണ്ടൂ. അപ്പോൾ കുറച്ച് വലുതായിട്ട് മുറിച്ചാൽ മതി സവാള. അതേപോലെ ഒരു ക്യാപ്സിക്കവും അതിൻ്റെ കൂടെ തന്നെ അതേപോലെ കുറച്ച് കട്ടിയിൽ മുറിച്ചിട്ട് അതും ചേർത്ത് ഇളക്കാം. അപ്പോൾ ഉള്ളിയും ക്യാപ്സിക്കം ഒന്നും കുറേ സമയത്ത് വഴറ്റി കുഴഞ്ഞു പോകരുത്. അതിൻ്റെ മുമ്പ് തന്നെ നമ്മളതിലേക്ക് ചിക്കൻ ചേർക്കുക. ചിക്കനിലേക്ക് ഇനി ആ ഗാർലിക്കിൻ്റെയൊക്കെ ഒരു ഫ്ലേവറൊക്കെ വരണം. അപ്പോൾ ഫ്ലെയിം കുറച്ച് കൂട്ടി വെച്ചിട്ട് വേണം
ഈ ചിക്കൻ ചേർക്കാൻ കേട്ടോ. അപ്പോൾ ചിക്കനും ഉള്ളിയും നമ്മുടെ ക്യാപ്സിക്കവും എല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സായി വരണം. ഇങ്ങനെ ഇളക്കുമ്പോൾ ഇങ്ങനെ കുത്തി കുത്തി ഇളക്കരുത് കേട്ടോ. ഞാൻ വീഡിയോ ഫാസ്റ്റായി കാണിക്കുകയാണ്. പതുക്കെ ഇങ്ങനെ ഇളക്കി ഇങ്ങനെ മറിച്ച് ഇട്ടാൽ മതി, അല്ലെങ്കിൽ ചിക്കനൊക്കെ പൊട്ടിപ്പോവും. വെന്ത് കഴിഞ്ഞ ചിക്കനാണല്ലോ, അപ്പോൾ ശ്രദ്ധിച്ച് ഇളക്കുക. അതൊക്കെ ഒന്ന് നന്നായി ഒന്ന് മിക്സായാൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് ആ ഒരു സ്ലറി നമ്മൾ ഉണ്ടാക്കി വെച്ചില്ലേ കോൺഫ്ലവറിൻ്റെ, അതൊഴിക്കാം. നമുക്ക് കുറച്ചൊരു ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വെള്ളം കോൺഫ്ലവർ കലക്കിയിട്ട് ഒഴിക്കുക. അപ്പോൾ എനിക്കിവിടെ കുറച്ച് ഡ്രൈ ആയിട്ടുള്ളതാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ ഞാൻ ഏകദേശം ഒരു അരക്കപ്പോളം വെള്ളത്തിലാണ് ഇത് കലക്കിയിട്ടുണ്ടായിരുന്നത് കോൺഫ്ലവർ. അപ്പോൾ ആ കോൺഫ്ലവർ വേവണ വരെ ഒന്ന് ഇളക്കിയാൽ മതി. ഫ്ലെയിം കൂട്ടി വെക്കുക, എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. അതേസമയം ഗ്രേവിയാണ് വേണ്ടെങ്കിൽ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഇളക്കുക. അപ്പോൾ കുറച്ചൊരു ഗ്രേവി ഉണ്ടാവുകയും ചെയ്യും, കോൺഫ്ലവർ വേവുകയും ചെയ്യും. അപ്പോൾ എനിക്ക് കുറച്ച് ഡ്രൈ ആയിട്ടാണ് വേണ്ടത്, അതുകൊണ്ട് ഞാൻ ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് ആ കോൺഫ്ലവർ ഒന്ന് വേവാൻ വെയിറ്റ് ചെയ്തു. അതിന് ശേഷം നമ്മളതിൽ ചേർക്കുന്നത് കുരുമുളക് ചതച്ചെടുത്തതാണ്, ബ്ലാക്ക് പെപ്പർ ചതച്ചത് കേട്ടോ, ക്രഷ് ചെയ്തതാണ്, 2 ടീസ്പൂൺ അതിടുക. അപ്പോൾ അതിൻ്റെ ആ ഒരു ഫ്ലേവർ നല്ല വ്യത്യാസമാണ്, പൊടിയേക്കാളും നല്ല മണം വരിക ഇങ്ങനെ ചതച്ചെടുത്താലാണ്. പിന്നെ ഏറ്റവും അവസാനം കുറച്ച് സ്പ്രിംഗ് ഓണിയനും കൂടെ ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ചൈനീസ് ബ്ലാക്ക് പെപ്പർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് ചൂടോടെ തന്നെ സെർവ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഇഷ്ടമുള്ളവർക്ക് ഷെയർ ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഇൻഷാ അല്ലാ. താങ്ക് യു ഫോർ വാച്ചിങ്.